കൊച്ചിയിൽ അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയിട്ട ബാർജിന് തീപിടിച്ചു. വൈപ്പിലെ സ്വകാര്യ ഷിപ്പ്യാർഡിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. 5 മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തമിഴ്നാട് സ്വദേശിയായ ഉടമ അറ്റകുറ്റപ്പണികൾക്കായി വൈപ്പിനിലെ CW ഷിപ്പ്യാർഡിൽ കയറ്റിയിരുന്ന വിശാലാക്ഷി എന്ന ബോട്ടിനാണ് തീ പിടിച്ചത്. പുലർച്ചെ 3 മണിയോടെ യാർഡിൽ കിടന്നുറങ്ങിയിരുന്ന തൊഴിലാളികളാണ് തീപിടുത്തം ആദ്യം കണ്ടത്. ഇവർ ഉടൻ തന്നെ പുറത്തു ചാടി രക്ഷപ്പെട്ടു. വിവരം ലഭിച്ചയുടൻ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എന്നാൽ 12ഓളം ഫയർഫോഴ്സ് യൂണിറ്റ് ശ്രമിച്ചിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാനായില്ല. തുടർന്ന് കായലിലൂടെ വലിയ വാട്ടർ ജെറ്റ് എത്തിച്ച് ബാർജിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് തീ നിയന്ത്രണ വിധേയമായത്. സമീപത്ത് മറ്റൊരു കപ്പലുണ്ടായിരുന്നെങ്കിലും അതിലേക്ക് തീ പടർന്നില്ല. സർവീസിന്റെ ഭാഗമായി 1 വർഷം മുമ്പാണ് ഷിപ്പ് വൈപ്പിനിൽ എത്തിച്ചത്. പിന്നീട് ഉടമസ്ഥനെത്താത്തതിനെ തുടർന്ന് അവിടെ തന്നെ ഒതുക്കിയിടുകയായിരുന്നുവെന്നാണ് സ്വകാര്യ ഷിപ്പ്യാർഡ് ഉടമകൾ പറയുന്നത്. പെയിന്റിംഗ് ജോലികൾ പൂർത്തിയായി 3 ദിവസം മുൻപാണ് ഷിപ്പ് ഈ ഭാഗത്തേക്ക് മാറ്റിയത്. എന്നാൽ ഈ സ്വകാര്യ ഷിപ്പ്യാർഡിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഞങ്ങൾ അറിയണം 3 മണിക്കാണ്. അത് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഷിപ്പിൽ നിന്ന് കറുത്ത പുകയും തീയും ഇതൊക്കെ വന്ന് നാട്ടുകാരെ അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ശ്വാസം മുട്ടലും തൊട്ടടുത്ത വീട്ടിലൊക്കെ കിടക്കണവർക്ക് ശ്വാസം മുട്ടലും പിന്നെ ഇതൊക്കെ വന്നതോടുകൂടിയാണ് ഇത് അറിഞ്ഞത് ജനങ്ങൾ. ഇതിൻ്റെ അകത്ത് വന്ന് പിന്നെ ഒരു ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇത് അടക്കാൻ പറ്റിയില്ല. പിന്നെ പല വണ്ടികൾ കുറേ വന്നിട്ടുണ്ട്. ഈ സ്ഥാപനം യാതൊരുവിധ അനുമതിയിൽ പഞ്ചായത്തിൻ്റെയോ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയോ ഒന്നും അനുമതിയില്ലാതെയാണ് ഇത് ഇവിടെ നടത്തുന്നത്. ബാർജിലെ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പുലർച്ചെയോടെയാണ് ഈ കപ്പലിൽ തീ ആളിപ്പടർന്നത്. പരിസരവാസികൾ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചു. ഫയർ എഞ്ചിനുകൾ കുതിച്ചെത്തി. എങ്കിലും കരയിലൂടെയുള്ള തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഫലവത്തായില്ല. തുടർന്ന് വലിയ യാനങ്ങൾ വെള്ളത്തിലൂടെ എത്തിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് ഒടുവിൽ വിജയം കണ്ടത്. ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി.